ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ ഇതുപോലെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 പപ്പടമാണ് കേട്ടോ. അപ്പോൾ 3 പപ്പടം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഴി അരിപ്പൊടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. അതും നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അങ്ങനെ 3 പപ്പടവും തിരിച്ചും മറിച്ചൊന്നും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്തി എടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പപ്പടമായിട്ട് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ 3 അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ആ ഒരു ബൗളിൽ നമ്മൾ എടുക്കുന്നത് നാഴി അരിപ്പൊടിയാണ്. ഈ നാഴി അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങണതാവുമ്പോൾ നമുക്ക് പെരുക്കം ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ നമ്മളുടെ ചെയ്യണതാവുമ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് വേണം അത് പാകമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് മാറ്റി വെച്ചു എന്ന് മാത്രം. ഇനി പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു നിറച്ചൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നേരത്തെ കാണിച്ച ആ തേങ്ങാക്കൊത്തൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാനുണ്ട്. അപ്പോൾ അത് ഇപ്പം നമുക്ക് നല്ല തൂവെള്ളയായിട്ടല്ലേ കാണുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കളറ് മാറിയിട്ട് ഒരു നല്ല ബ്രൗൺ നിറം ആവുന്ന വരേക്കിനെ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. ഏകദേശം എന്താ ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. അതിൽ തന്നെ നമ്മുടെ 4 അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 2 ഗ്ലാസ് വെള്ളമാണ്, സാധാ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം വേണമെങ്കിൽ ശർക്കര പാനിയാക്കി എടുത്ത് വയ്ക്കുക. കാരണം നമ്മുടെ മാവ് എത്രത്തോളം വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതെന്തായാലും ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് നേരെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാം. നേരത്തെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന പപ്പടവും അതേപോലെ തന്നെ 2 പഴവും അത് കൈകൊണ്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് ലാസ്റ്റ് പാനി ഒന്ന് ആക്കിയെടുക്കുക. ആ പാനി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ തിളയ്ക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള അഴുക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ അത് അടിഞ്ഞുകൂടി താഴെ നിൽക്കും. അപ്പോൾ ഇത്രയും ആയതിന് ശേഷം നമുക്ക് ഈ ശർക്കരപ്പാനി കുറച്ച് കുറച്ചായി ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ചെറുതായിട്ട് ആവിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒന്നിച്ച് ഒഴിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിളക്കി അതിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അരിപ്പൊടി ആയതുകൊണ്ട് നന്നായിട്ട് മില്ലിൽ കൊടുത്ത് അതായത് വറുത്ത് കിട്ടുന്നൊരു പൊടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വറവിനനുസരിച്ച് തന്നെ ഇതിൽ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു പൊടിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു 1 മുതൽ 1.5 ഗ്ലാസ് വരെയൊക്കെ മതി. പക്ഷേ ഈ ഒരു അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വരെയൊക്കെ 2 2.25 ഗ്ലാസ് വരെയൊക്കെ തന്നെ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പാനിയാക്കി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ആ ഒരു കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവം, നല്ല ലൂസും ആവരുത് നല്ല തിക്കും ആവരുത്. കറക്റ്റ് പരുവത്തിനായാൽ മാത്രമാണ് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഏലക്ക പൊടിച്ചത് അല്ലെങ്കിൽ ചിലർ ജീരകം അതേപോലെ തന്നെ എള്ള് അതൊക്കെ ചേർക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. വേണ്ടവർക്കൊക്കെ ഈ സമയത്ത് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണത്. വളരെ ചെറിയ അളവിൽ മാത്രം ചേർത്താൽ മതിയാവും. നമ്മുടെ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ എടുത്ത പൊടി എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള പൊടിയാണ്. നൂൽപുട്ടിന് അല്ലെങ്കിൽ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയായിരുന്നു. അപ്പോൾ ഒന്ന് ഇത്തിരിയൊക്കെ ഒരു എന്താ പറയുക തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം മാത്രമാണ് പുട്ടുപൊടി എടുത്തത്. രണ്ടും വറുത്ത പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ പുട്ടുപൊടിയും അങ്ങനെ വറവ് ഉള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബാറ്റർ ചിലപ്പോൾ ഒന്ന് തിക്കാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ലേശം ശർക്കരപ്പാനി ഒഴിച്ച് റെഡിയാക്കി കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നേരത്തെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി കുറച്ചൊക്കെ ഒരു നെയ്മണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പൂണായിട്ട് എല്ലാ കുഴിയിലും ഇട്ട് കൊടുത്താലും മതി. കാരണം ആ ഒരു മണം അപ്പോൾ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഫുള്ളായിട്ട് വെളിച്ചെണ്ണയുടെയും വരില്ല, ഫുള്ളായിട്ട് നെയ്യിൻ്റെയും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോന്നിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കിട്ടുന്നില്ല സ്പൂണിൽ നിന്ന്, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആ നടുവിലത്തിൽ മാത്രം ഇട്ട് കൊടുത്തു. ഇനി അത് ആ നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലേശം എല്ലാത്തിലും ആക്കി കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സ്പൂണിൽ നിന്ന് എടുത്ത് കിട്ടാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ എല്ലാറ്റിലും എല്ലാം കൂടി ആ നടുവിലിട്ട് കൊടുത്താണ് കേട്ടോ. ഇപ്പോൾ ആ നടുവിലത്തെയൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ ഇതിലും ഇട്ട് കൊടുത്താൽ മതി. അതേമാതിരി തന്നെ കണ്ടോ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. അപ്പോൾ നെയ്മണം എല്ലാറ്റിലും വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നിറച്ച് തന്നെ എണ്ണ ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നാഴി അരിപ്പൊടിയിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതവിടെ നേരത്തെ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു പരുവായിട്ടുണ്ട്. നമുക്കൊരു ആ ഒരു പരുവം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അത് നമുക്ക് ബാറ്റർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറവുണ്ട് തോന്നിയാൽ കുറച്ചും കൂടി ശർക്കരപ്പാനി യൂസ് ചെയ്താൽ മതി. പിന്നെ അപ്പത്തിന് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും ഈ കല്ല് നിറച്ചും ഒഴിക്കാതിരിക്കുക. ഏകദേശം അതിൻ്റെ ഒരു പകുതി വരെ മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മാവ് ആയിട്ട് ഒരു ഭാഗം ഉള്ളിലേക്ക് ഫുള്ളായിട്ടുണ്ടാവും, പുറത്തേക്ക് അത്രയ്ക്ക് അത്ര തന്നെ വീർത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു ഷേപ്പ് കറക്റ്റായി കിട്ടില്ല. ചെയ്യണോണ്ടല്ല, ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല എന്ന് ഉള്ളൂ. അപ്പോൾ എപ്പോഴും പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. ബാക്കി അത് നന്നായിട്ട് അതിൽ വെന്ത് വരട്ടെ. അപ്പോൾ അങ്ങനെ ഞാനിതിൽ ഏകദേശം ഒരു 4 തവണ ഫുള്ളായിട്ട്, ഇത് 7 കുഴിയുള്ള കല്ലാണ്. അപ്പോൾ 4 7 28 കിട്ടിയിട്ട് പിന്നെ ഒരു 2 3 എണ്ണത്തിനും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തേത് നമ്മളിങ്ങനെ ചുട്ടു. അങ്ങനെ ഞാൻ 4 തവണയും ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റിലത്തെയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്കുള്ള മാവാണ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ, കുറച്ച് മാവേ ഒഴിച്ചിട്ടു. ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ എണ്ണ കുറയുമല്ലോ. പിന്നെ ആ ഉള്ളതിനനുസരിച്ച് മാത്രമേ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ അതിൽ അവസാനം എല്ലാം ഒന്ന് വെന്തതിനനുസരിച്ച് നമ്മളൊക്കെ ഒന്ന് മറിച്ചിട്ട് എല്ലാം കറക്റ്റാക്കി കൊടുത്തു. അതുകൊണ്ട് അപ്പത്തിൻ്റെ ആ ഷേപ്പിനൊന്നും ഒരു വ്യത്യാസമില്ല. കാരണം നമ്മൾ കുറച്ച് മാത്രം മാവ് ഒഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും. മുന്നേ ഞാനൊരു ഇഡ്ഡലിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒറ്റയ്ക്കായാലും കൂട്ടമായിട്ടും അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു FSSAI നമ്പർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ സ്വയമായിട്ട് ചെയ്ത് വിൽപ്പനയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ ചെയ്യുന്ന നല്ലൊരു മുരിവുണ്ടാവും. ഒരു ദിവസം കഴിയുമ്പോഴാണ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരിക. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.